ബിൻമിൻ സോളാറുമായിട്ടുള്ള എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 12 വർഷം മുന്നെയാണ്. ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ആഫ്റ്റർ സെയിൽ സർവീസിന് വന്നിട്ടില്ല. ബിഫോർ സോളാർ ആൻഡ് ആഫ്റ്റർ സോളാർ കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം 1000 രൂപയ്ക്കാണ് എനിക്ക് വരാറുള്ളത്. എന്റെ പേര് സുജേഷ് എന്നാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു മറീൻ എഞ്ചിനീയർ ആണ്. ബിൻമിൻ സോളാറുമായിട്ടുള്ള എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 12 വർഷം മുന്നെയാണ്. ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട് ഞാനൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് പേരാമ്പ്രയിൽ എൻ്റെ ഒരു വീട്ടിലാണ്. അതിനുശേഷം അത് വളരെ നന്നായിട്ട് പോയി. പിന്നെ ഞാൻ ഇവിടുത്തെ ഈ ഒരു താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും വേണ്ട സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 8 വർഷം മുന്നെയാണ്. അന്ന് സോളാർ ഇത്ര പോപ്പുലർ ആയിരുന്നില്ല. എന്നാലും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നത് ബിൻമിൻ സോളാറിന്റെ ചെട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ബിഫോർ സോളാർ ആൻഡ് ആഫ്റ്റർ സോളാർ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു മിനിമം ടാരിഫ് റേറ്റ് മാത്രമാണ്. ഈ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു EV കൂടെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ EV ചാർജിങ്ങും എന്റെ നോർമൽ കൺസംഷനും സോളാർ ജനറേഷൻ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബിഫോർ ഒരു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3000 to 4000 ആയിരുന്നു എന്റെ ബില്ല് വന്നുകൊണ്ടിരുന്നത്. വേറെ ഇപ്പം ഞാൻ 5K വോട്ടിന്റെ ഒരു സോളാർ സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതിനുശേഷം ഒരു മിനിമം ചാർജസ് ആയിട്ട് ഇപ്പം ഡെയിലി മാക്സിമം 1000 രൂപയ്ക്കാണ് എനിക്ക് വരാറുള്ളത്. അതിൽ കൂടുതൽ ഇപ്പം ബില്ല് വരാറില്ല. എനിക്കിത് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ എടുത്ത് പറയാനുള്ള ഒരു കാര്യം ബിൻമിന്റെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ഈ 12 ഇയേഴ്സിനിടയ്ക്ക് നോർമലി നമ്മൾ ഇന്നത്തെ കാലത്ത് പല കമ്പനീസും പുതുതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാൻ പറ്റും. മെയിൻ ഇഷ്യൂസ് വരുന്നത് നമ്മളൊരു ആഫ്റ്റർ സെയിൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ബിൻമിൻ സോളാറിനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഈ ഓവർ ഓഫ് 12 ഇയേഴ്സ് ഓഫ് ടൈം ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ആഫ്റ്റർ സെയിൽ സർവീസിന് വന്നിട്ടില്ല. അത് മാത്രമല്ല ഒരു റൂട്ടീനായിട്ട് അവർ വന്നിട്ട് നമ്മുടെ കണക്ഷൻസ് ചെക്ക് ചെയ്യുന്നതും സിസ്റ്റത്തിന്റെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നതും വളരെ എന്താ പറയുക സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ആർക്കെങ്കിലും എന്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ബിൻമിനെ തന്നെയാണ് സജസ്റ്റ് ചെയ്യുക.